കോഴിക്കോട് കക്കോടിയിലും വീടുകളിൽ വെള്ളം കയറിയതിനാൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. തടമ്പാട്ടുതാഴം ബസാറിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. തണ്ണീർപന്തൽ മാളിക്കടവ് റോഡിൽ പുനൂർ പുഴ കരകവിഞ്ഞിട്ടുണ്ട്. കണ്ണാടിക്കൽ കക്കോടി റോഡിലും വെള്ളം കയറി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ ഒരു പ്രതികരണമുണ്ട്. ഫുള്ള് കയറിയതിനെ മുന്നേ ഇങ്ങോട്ട് പോരുകയാണ്. എന്ന് പോവാണ്. ആ വീട്ടിൽ നിന്ന് പോവാണ്. ഇങ്ങോട്ടേക്കാണ് മാറുന്നത്. ഇങ്ങോട്ടേ ഇപ്പോൾ റോട്ടുമ്പിലേക്ക് പോവാണ്. വീട്ടിലേക്ക് മാറുന്ന ബന്ധു വീട്ടിലേക്ക്. ബന്ധു വീട്ടിലേക്ക് പോവാണ്. എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്താൽ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി. പൂനൂർ പുഴ അങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ഉള്ളതാണ്. വെള്ളം പോകാനുള്ള വഴിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കയറുന്നത്. വീടിനകത്ത് വരെ വെള്ളം എത്തി. അകത്ത് എത്തിയില്ല, ഞാൻ എത്തും. എന്തായാലും രാത്രിയൊക്കെ നമ്മൾ എത്തേണ്ടതാണ്. അപ്പോഴത്തേക്ക് പോവാണ്. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ പെയ്താൽ എന്തായാലും പോകും. എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറുകയാണ്. മക്കളെയൊക്കെ ഒന്ന് മാറ്റട്ടെ. ഉള്ളു വരെ വെള്ളം എത്തിയോ അതോ? ഇല്ലല്ല, കരുതൽ നല്ല എപ്പോഴും വെള്ളം കയറാറുണ്ട്. ഇല്ല, 10 വർഷം കൂടുമ്പോൾ ഇത്രയൊക്കെ കയറാറുണ്ട്. 10 വർഷം കൂടുമ്പോൾ മേലോട്ട് കയറാറുണ്ട്. ബന്ധു വീട്ടിലോട്ട് അങ്ങനെ എന്താ മാറും? മുമ്പിലും പിമ്പിലും 2 കുറുമ്പന്മാരിപ്പുണ്ട്. അഭിജിത്താണ്. അഭിജിത്ത് വെള്ളം കയറിയിട്ടുണ്ട്. പലരും ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറുകയാണ്. ഒരു കുഞ്ഞിനെ മുന്നിലും ഒരു കുഞ്ഞിലെ തോളത്തും എടുത്തുകൊണ്ടാണ് ഒരച്ഛൻ നടക്കുന്നത്. ആ കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. ഇതാ നോക്കൂ, വെള്ളം കയറി തുടങ്ങുന്നു പലയിടങ്ങളിലും. അഭിജിത്താണ് നമുക്കൊപ്പം നിൽക്കുന്നത്. അഭിജിത്ത്, എന്താണ് അവിടുത്തെ അവസ്ഥ? വെള്ളം കയറി തുടങ്ങി. ഇനിയിപ്പോൾ വെള്ളം താഴാത്തത് കൊണ്ട് ഇനി മഴ ഭയന്ന് ആളുകൾ മാറുകയാണോ അവിടെ നിന്ന്? അതെ അരുൺ, കണ്ണാടിക്കലാണിത്. ഇവിടെ സാധാരണ നിലയിൽ എപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കയറാറുണ്ട്. ഇത്തവണ കുറച്ചധികം വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ബന്ധുവീടുകളിലേക്കൊക്കെ മാറുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു തോടൊന്നുമല്ല, ഇതൊരു റോഡാണ്. സാധാരണ നിലയിൽ നടന്നു പോകുന്ന വഴിയാണ്. പക്ഷേ അവിടെയൊക്കെ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വീടുകളിലേക്ക്, വീട്ടുമുറ്റത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ നിന്ന് മാറാനും നിർബന്ധിതരായിട്ടുള്ളത്. ആളുകളെയൊക്കെ ഇവിടുന്ന് പ്രായമായവരെയൊക്കെ ഈ എടുത്തുകൊണ്ടൊക്കെയാണ് മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റുന്നത്. നേരത്തെ ഫയർഫോഴ്സും അഗ്നിശമന സേനയൊക്കെ ഇവിടേക്ക് വന്നിരുന്നു. അവരുടെയൊക്കെ ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിലാണ് ആളുകളെയൊക്കെ മാറ്റുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട വിഷയം അരുൺ, ഈ പൂനൂർ പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോഴാണ് ഈ മേഖല ഒട്ടാകെ, അതായത് ഈ കണ്ണാടിക്കൽ അതുപോലെ ഈ ഭാഗത്ത് കക്കോടി ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറാറുള്ളത്. അത് വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ സംബന്ധിച്ച്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട, അതായത് തൊട്ടടുത്ത ഏതെങ്കിലും ബന്ധുവീടുകളിലേക്കോ അങ്ങനെയൊക്കെ പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വീട്ടിൽ പ്രായമായ ഒരാളെ ഇപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. വീട്ടിലുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹം വയ്യാത്ത ഒരാളാണ്, പ്രായമായ ഒരാളാണ്. മറ്റ് നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായി കഴിയുന്നത്. വീട്ടിലേക്ക് വെള്ളം ഫുള്ളായിട്ട് വെള്ളം അതുകൊണ്ട് മാറ്റാണ്. കാരണം ഇവിടെ ഞങ്ങളാണ് ഫുള്ള് സജീവ പ്രവർത്തനമായിരുന്നു നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇവിടുന്ന് മാറാണ്. വെള്ളം കയറിയോ? ഇവിടെ മൊത്തം എപ്പോഴും വെള്ളം കയറാറുണ്ടോ? കുറച്ചധികം വരുന്നുണ്ട്. തുടക്കാണ്. അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഇരുത്തട്ടെ. ഇതിൽ മുകളിൽ കയറലുണ്ട്. കോഴിക്കോട് തളമ്പാട്ടുതാഴം ബസാറിലാണ്. അതുവരെ തണ്ണീർപന്തൽ മാളിക്കടവ് റോഡിൽ പൂനൂർ പുഴ കരകവിഞ്ഞു. കണ്ണാടിക്കൽ കക്കോടി റോഡിലാണ് ഇപ്പോൾ അഭിജിത്ത് ഉള്ളത്. അവിടെ നിന്ന് ഇത്രയും പേര് പ്രായം ചെന്ന ഒരു മനുഷ്യനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറ്റുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. റിപ്പോർട്ടർ വാർത്താ സംഘം നാടിൻ്റെ മുക്കിലും മൂലയിലുമുണ്ട്. അവിടെയുള്ള ഓരോ വിശേഷങ്ങളും മഴ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നുകൂടി മഴ മുന്നറിയിപ്പുകൾ ഉണ്ട്. ഓറഞ്ച് അലർട്ടാണ് 2 ജില്ലകളിൽ ഒഴിച്ച് 12 ജില്ലകളിലുള്ളത്. നാളെ ഒരിടത്തും മഴ മുന്നറിയിപ്പ് കാര്യമായി കൊടുത്തിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു 3 മണിക്കൂറുള്ള തീവ്ര മഴ മുന്നറിയിപ്പായിരുന്നു വടക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്നത്. ഓറഞ്ച് അലർട്ടാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. കാര്യമായ മഴ ബുദ്ധിമുട്ടിച്ച് ഇപ്പോൾ പെയ്യുന്നില്ല. എന്നാൽ നേരത്തെ പെയ്ത മഴയിലെ വെള്ളം ഇപ്പോൾ ആറന്മുള ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അപ്പർ കുട്ടനാടിൻ്റെ ഭാഗത്തും വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കുക. റിസ്ക് എടുക്കാൻ നിൽക്കരുത്. സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ ഷെൽട്ടർ ഹോമുകളിലേക്ക് നിങ്ങൾ മാറുക, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, എല്ലാ വിവരങ്ങളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടറിൻ്റെ എല്ലാ റിപ്പോർട്ടർമാരും ഇപ്പോൾ ഫീൽഡിൽ തന്നെയുണ്ട്. എല്ലാവരും നൽകുന്ന തത്സമയ വിവരങ്ങൾക്കായി പ്രേക്ഷകർ കാക്കുക. മഴ മുന്നറിയിപ്പുകളും മഴ വിശേഷങ്ങളും കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ടർ പ്രേക്ഷകർ അറിയിച്ചുകൊണ്ടിരിക്കും.